Chapter 7 Popular Resistance to the British Rule. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ജനങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തു നിന്നും പഠിക്കാൻ പോകുന്നത്. 1. കർഷക കലാപങ്ങൾ. 2. ട്രൈബൽ റിവോൾട്ട്, അതായത് ഗോത്രവർഗ കലാപങ്ങൾ. 3. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. പെസന്റ് മൂവ്മെൻറ്റ് ആൻഡ് ട്രൈബൽ റിവോൾട്ട്, കർഷക പ്രസ്ഥാനവും ആദിവാസി കലാപവും. From 1763 to 1856, there were more than 40 major rebellions apart from hundreds of minor ones. 1763 മുതൽ 1856 വരെ നൂറുകണക്കിന് ചെറിയ കലാപങ്ങൾക്ക് പുറമെ 40-ൽ കൂടുതൽ പ്രധാനപ്പെട്ട കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. Peasant revolts were mainly against the zamindars and Britishers, who exploit the peasants by collecting high revenue and taking the land if they failed to pay so. കർഷക കലാപങ്ങൾ പ്രധാനമായും നടന്നത് ജമീന്ദാറുകൾക്കും ബ്രിട്ടീഷുകാർക്കും എതിരെയാണ്. അതായത് ഉയർന്ന റവന്യൂ കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് അവരെ ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഇന്ത്യയിൽ കർഷക കലാപങ്ങൾ നടന്നത്. മാത്രമല്ല, കർഷകർ ലാൻഡ് റവന്യൂ പേ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അവരുടെ ഭൂമി അവർക്ക് നഷ്ടമാകുമായിരുന്നു. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിൽ കർഷക കലാപങ്ങൾ നടന്നത്. ഫസ്റ്റ് വൺ പെസന്റ് റിവോൾട്ട് ആണ്, അതായത് കർഷക കലാപം. ദി ഫക്കീർ ആൻഡ് സന്യാസി റീബില്യൻസ് 1770 to 1820, അതായത് 1770 മുതൽ 1820 വരെ ഫക്കീർ ആൻഡ് സന്യാസി കലാപങ്ങൾ നടന്നു. ഫസ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ഇൻ ദി ലാൻഡ് റവന്യൂ ആൻഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി പെസൻസ്. ലാൻഡ് റവന്യൂ വർദ്ധിച്ചു, മാത്രമല്ല കർഷകർക്ക് നേരെയുള്ള ചൂഷണങ്ങളും വർദ്ധിച്ചു. സെക്കൻഡ് പോയിന്റ്, സപ്പോർട്ടഡ് ബൈ ഫക്കീർസ് ഭവാനി പഥക് ആൻഡ് ദേവി ചൗധുറാണി, അതായത് ഫക്കീറുകളും ഭവാനി പഥക്കും കൂടാതെ ദേവി ചൗധുറാണിയും കലാപത്തെ പിന്തുണച്ചു. അറ്റാക്ക്ഡ് ഇംഗ്ലീഷ് ഫാക്ടറീസ് ആൻഡ് സെയ്സ്ഡ് ദെയർ ഗുഡ്സ്, ക്യാഷ്, ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ. അവർ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികൾ അറ്റാക്ക് ചെയ്തു, കൂടാതെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളും പണവും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. കെയിം അണ്ടർ ബ്രിട്ടീഷ് കൺട്രോൾ ഇൻ ഏർലി 19th century. എന്നാൽ എന്താണ് സംഭവിച്ചത്? 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ വന്നു. സന്യാസീസ് റോസ് ഇൻ റീബില്യൻ എഗെയിൻസ്റ്റ് ദി റെസ്ട്രിക്ഷൻസ് അപ്പോൺ പിൽഗ്രിംസ് വിസിറ്റിംഗ് ഹോളി പ്ലേസസ് എമംഗ് ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അതായത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് തീർത്ഥാടകർക്ക് വിലക്കുണ്ടായിരുന്നു. അതിനെതിരെ സന്യാസികളും കലാപങ്ങളിൽ പങ്കെടുത്തു. രണ്ടാമത്തെ കർഷക കലാപമാണ് ഇൻഡിഗോ റീബില്യൺ, അതായത് ഇൻഡിഗോ കലാപം. 1859 മുതൽ 1862 വരെ നടന്ന കലാപമാണ് ഇൻഡിഗോ റീബില്യൺ. Peasants were forced to pay heavy taxes and grow commercial crops like indigo. അതായത് കനത്ത നികുതികൾ അടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചിരുന്നു. മാത്രമല്ല, ഇൻഡിഗോ പോലെയുള്ള വാണിജ്യ വിളകൾ കൃഷി ചെയ്തിരുന്നു. ഗ്രോയിങ് ഇൻഡിഗോ ലീഡ്സ് ടു ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് ദേ വർ പെയ്ഡ് വെരി ലോ പ്രൈസസ്. ഇത്തരത്തിൽ ഇൻഡിഗോ കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതിന് കാരണമായി. മാത്രമല്ല, അതിന് വളരെ കുറഞ്ഞ വിലയായിരുന്നു അവർ നൽകിയിരുന്നത്. ഗ്രോയിങ് ഇൻഡിഗോ റെഡ്യൂസ്ഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്. മാത്രമല്ല, ഇൻഡിഗോ കൃഷി ചെയ്യുന്നത് മൂലം ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കുറഞ്ഞു.
ഹിന്ദു ആൻഡ് മുസ്ലിം പെസൻസ് ടുഗദർ വെൻറ്റ് ഓൺ സ്ട്രൈക്ക്. ഹിന്ദു മുസ്ലിം കർഷകർ ഒരുമിച്ച് സമരത്തിന് പോയി. ആൻഡ് ഫയൽഡ് കേസസ് എഗെയിൻസ്റ്റ് ദി പ്ലാന്റേഴ്സ്. കൂടാതെ പ്ലാന്റേഴ്സിനെതിരെ, അതായത് നട്ടവർക്കെതിരെ അവർ കേസ് കൊടുത്തു. ദി ഓർഡർ വാസ് പാസ്ഡ് ഇൻ 1860 ഇൻ ഫേവർ ഓഫ് പെസൻസ്. അതായത് 1860 കർഷകർക്ക് അനുകൂലമായി ഒരു ഓർഡർ പാസ് ചെയ്തു. അടുത്തത് ഫറാസി മൂവ്മെൻറ്റ്. 1838 മുതൽ 1848 വരെയാണ് ഈ ഫറാസി മൂവ്മെൻറ്റ് നടന്നത്. ദി നോ ടാക്സ് കമ്പെയിൻ എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതായത് ശരിയത്തുള്ള ഖാനും ദാദു മിയാനും നയിച്ച ഒരു മൂവ്മെൻറ്റാണ് ഫറാസി മൂവ്മെൻറ്റ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നോ ടാക്സ് കമ്പെയിൻ നടത്തി, അതായത് നികുതി ഇല്ലാത്ത ഒരു പ്രചാരണം നടത്തി. നെക്സ്റ്റ് വഹാബി മൂവ്മെൻ്റ് ആണ്. 1830 മുതൽ 1860 വരെയാണ് വഹാബി മൂവ്മെൻറ്റ് നടന്നത്. ഇതിൻ്റെ പ്രാധാന്യമാണ് താഴെ പറയുന്നത്. ഒന്ന്, ക്രിയേറ്റഡ് അവയർനെസ് എമംഗ് ദി ഇന്ത്യൻസ്. അതായത് ഇന്ത്യക്കാർക്കിടയിലൊരു അവബോധം സൃഷ്ടിച്ചു. പ്രിപ്പയർഡ് ദി ഗ്രൗണ്ട് ഫോർ വേരിയസ് അതർ അപ്രൈസിംഗ്സ് സച്ച് ആസ് സിഖ് വാർസ് ഇൻ പഞ്ചാബ് ആൻഡ് ഫൈനലി ദി റിവോൾട്ട് ഓഫ് 1857. പഞ്ചാബിലെ സിഖ് വാർ, കൂടാതെ 1857 കലാപം പോലെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് തയ്യാറാക്കി. അതായത് ഇവിടെ പറയുന്നത് 1857 കലാപം, പിന്നെ പഞ്ചാബിൽ നടന്ന സിഖ് വാർ, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വഹാബി പ്രസ്ഥാനമാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് കർഷക കലാപങ്ങളെക്കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രൈബൽ റിവോൾട്ട്സ് അഥവാ ഗോത്ര കലാപങ്ങളെക്കുറിച്ചാണ്. ദി അനക്സേഷൻ ഓഫ് ബ്രിട്ടീഷേഴ്സ് ഇൻ ഐസോലേറ്റഡ് ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദെയർ റിലേറ്റീവ്ലി സെൽഫ് സഫീഷ്യൻറ്റ് എക്കണോമി ആൻഡ് കമ്മ്യൂണിറ്റീസ് ലെഡ് ടു റിവോൾട്ട് ബിറ്റ്വീൻ ദം. അതായത് ഒറ്റപ്പെട്ട ഗോത്ര സമൂഹങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കൂട്ടിച്ചേർക്കലും, കൂടാതെ അവരുടെ സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയുടെയും കമ്മ്യൂണിറ്റിയുടെയും നാശം എന്നിവ ബ്രിട്ടീഷുകാരും ഗോത്രവർഗക്കാരും തമ്മിലുള്ള കലാപത്തിലേക്ക് നയിച്ചു. ഒന്നാമത്തെ ഗോത്രവർഗ കലാപമാണ് ദി സന്താൾ റീബില്യൺ. അതായത് 1855 മുതൽ 57 വരെ നീണ്ടുനിന്ന സന്താൾ കലാപമാണ് ഒന്നാമത്തേത്. Their region extended from Bhagalpur in Bihar in the north to Orissa in the south. അതായത് ഈ സന്താളികളുടെ റീജിയൻ അഥവാ അവരുടെ ദേശം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ വടക്ക് ഭാഗത്തുള്ള ബഗൽപൂർ മുതൽ ഒറീസയുടെ തെക്ക് ഭാഗം വരെയാണ്. ട്രൈബൽസ് were forced to buy goods on credit, forced to give the Mahajan not only their crops but also plung, bullocks and finally the land. Later they were made bonded laborer. അതായത് ബ്രിട്ടീഷുകാർ ഇവരെ, ഈ സന്താളികളെ കടത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു. കൂടാതെ മഹാജൻ നൽകാൻ വേണ്ടിയും അവരെ നിർബന്ധിച്ചിരുന്നു. മാത്രമല്ല അവരുടെ വിളകളും നൽകാൻ വേണ്ടി ഫോഴ്സ് ചെയ്തിരുന്നു. കൂടാതെ അവരുടെ കാളകൾ, അവസാനമായി അവരുടെ ഭൂമി എല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. മാത്രമല്ല അവരെ വെറും കൂലിപ്പണിക്കാരാക്കി മാറ്റി. ദേ ലെഡ് എ റിവോൾട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ അവരൊരു കലാപം നയിച്ചു. ആ കലാപമാണ് സന്താൾ കലാപം. സന്താളീസ് വർ സപ്രസ്ഡ്. അതായത് കലാപത്തിൽ ഈ സന്താളികൾ അടിച്ചമർത്തപ്പെട്ടു. അടുത്ത ഗോത്രവർഗ കലാപമാണ് മുണ്ട റീബില്യൺ. അതായത് മുണ്ട കലാപം. 1899 മുതൽ 1900 വരെ നീണ്ടുനിന്ന ഒരു കലാപമാണ് മുണ്ട കലാപം. മാത്രമല്ല ഇതിന് നേതൃത്വം നൽകിയത്, അവരുടെ നേതാവ് എന്ന് പറയുന്നത് ബിർസ മുണ്ടയായിരുന്നു. ഇൻവോൾവ്മെൻറ്റ് ഓഫ് കോൺട്രാക്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് മുണ്ടാസ് അറ്റാക്കഡ് പോലീസ് സ്റ്റേഷൻസ്, ചർച്ചസ് ആൻഡ് മിഷണറീസ്. അതായത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് കോൺട്രാക്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റഡ്, കരാറുകാരുടെയും കച്ചവടക്കാരുടെയും പങ്കാളിത്തം ചൂഷണം ചെയ്യപ്പെട്ടു. മാത്രമല്ല ഡിസ്ലൊക്കേറ്റഡ് മുണ്ടാസ് അറ്റാക്കഡ് പോലീസ് സ്റ്റേഷൻസ്, ചർച്ചസ് ആൻഡ് മിഷണറീസ്. അതായത് സ്ഥാനഭ്രംശം സംഭവിച്ച ഡിസ്ലൊക്കേറ്റഡ് ആയ മുണ്ടാസ് പോലീസ് സ്റ്റേഷനുകളും ചർച്ചുകളും ആക്രമിച്ചു. കൂടാതെ മിഷണറിമാരെയും അവർ ആക്രമിച്ചു. ബിർസ മുണ്ട, their leader, died in 1900. അതായത് 1900 അവരുടെ നേതാവായ ബിർസ മുണ്ട മരിച്ചു.
ദി ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് ഓഫ് 1908 പ്രൊവൈഡഡ് സം ലാൻഡ് ഓണർഷിപ്പ് റൈറ്റ്സ് ടു ദി പീപ്പിൾ. അതായത് 1908 ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് പ്രകാരം ജനങ്ങൾക്ക് എന്താണ് ചില ഭൂ ഉടമ അവകാശങ്ങളൊക്കെ ലഭിച്ചു. മാത്രമല്ല ഈ ട്രൈബൽസിനിടയിലെ അതായത് ഗോത്രവർഗക്കാർക്കിടയിലെ കൂലിപ്പണിയും നിരോധിച്ചു. ജയന്തിയ ആൻഡ് ഗാരോ റീബില്യൺ 1860 മുതൽ 1870 വരെ നീണ്ടുനിന്ന ഒരു കലാപമാണ് ജയന്തിയ ആൻഡ് ഗാരോ റീബില്യൺ. എഗെയിൻസ്റ്റ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എ റോഡ് കണക്റ്റിംഗ് ബ്രഹ്മപുത്ര വാലി വിത്ത് സിൽഹറ്റ്. അതായത് ബ്രഹ്മപുത്ര തീരത്തെയും സിൽഹത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് നിർമ്മാണത്തിനെതിരെ നടന്ന കലാപമാണ് ജയന്തിയ ആൻഡ് ഗാരോ റീബില്യൺ. ജയന്തിയാസ് ആൻഡ് ഗാരോസ് ഓപ്പോസിഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി സ്ട്രാറ്റജിക് റോഡ്. അതായത് ഈ തന്ത്രപരമായ റോഡിൻ്റെ നിർമ്മാണത്തിന് ജയന്തിയാസും ഗാരോസും എതിരായിരുന്നു. ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദി ഹൗസ് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ്. ബ്രിട്ടീഷുകാർ ഹൗസ് ടാക്സ്, ഇൻകം ടാക്സ് എന്നീ 2 ടാക്സുകൾ കൂടി പരിചയപ്പെടുത്തി. അതായത് അന്നത്തെ ജനങ്ങൾ ഒരുപാട് ടാക്സുകളൊക്കെ അടക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലേക്ക് മറ്റ് 2 ടാക്സുകൾ കൂടി ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൺ അപ്രൈസിംഗ് ട്രൈബൽ ലീഡേഴ്സ് വർ ബ്രൂട്ടലി കിൽഡ്. പ്രക്ഷോഭങ്ങളിൽ ഗോത്രവർഗക്കാരുടെ നേതാക്കൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. 1818 മുതൽ 1831 വരെ ദി അപ്രൈസിംഗ് ഓഫ് ദി ബിൽസ്, അതായത് ബിൽസിൻ്റെ പ്രക്ഷോഭം നടന്നു. ദി കോൾ അപ്രൈസിംഗ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻകേർഷൻ ഇൻ ദി ട്രൈബൽ ലാൻഡ്. അതായത് 1831 മുതൽ 1832 വരെ എന്താണ് ട്രൈബൽ ലാൻഡിലേക്കുള്ള, അതായത് ഗോത്രക്കാരുടെ ഭൂമിയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം, അതിനെതിരെ എന്താണ് കോൾ പ്രക്ഷോഭം നടന്നു. അതായത് 1831 മുതൽ 1832 വരെ നടന്ന പ്രക്ഷോഭമാണ് കോൾ പ്രക്ഷോഭം. ഇത് നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അതായത് ഗോത്രവർഗക്കാരുടെ ഭൂമിയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് കോൾ പ്രക്ഷോഭം. അടുത്തതായി പറയാൻ പോകുന്നത് ദി അപ്രൈസിംഗ് ഓഫ് 1857, 1857 പ്രക്ഷോഭം. ഫസ്റ്റ് നാഷണാലിസ്റ്റ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ഫോറിൻ റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ദേശീയ പോരാട്ടമാണ് 1857 പ്രക്ഷോഭം. Hindus and Muslims, landlords and peasants had come together in their opposition to the British. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജന്മിമാരും കർഷകരും എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് മുന്നോട്ട് വന്നു. സ്റ്റാർട്ടഡ് ഓൺ 10th May ഇൻ മീററ്റ് ആൻഡ് മാർച്ച് ടുവേർഡ്സ് ഡൽഹി. അതായത് നമുക്കറിയാം 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത് 2 കേന്ദ്രങ്ങളിലായിട്ടാണ് അല്ലേ. ഫസ്റ്റ് നടന്നത് മീററ്റിലാണ്, രണ്ടാമതായി നടന്നതോ ഡൽഹിയിലാണ്. അതായത് ഖേദം സിംഗിൻ്റെയും ധാൻസിംഗ് ഗുർജാറിൻ്റെയും നേതൃത്വത്തിൽ മെയ് 10 മീററ്റിലാണ് 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അതിൻ്റെ 2ാമത്തെ കേന്ദ്രമായിരുന്നു ഡൽഹി. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു, മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. It was an anti-colonial movement against the aggressive imperialist policies of the British. It was an economic, political and social struggle against the British rule. അതായത് ഇത് ബ്രിട്ടീഷുകാരുടെ ആക്രമണ സ്വഭാവമുള്ള സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ നടന്ന ഒരു കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനമായിരുന്നു. മാത്രമല്ല ഇറ്റ് വാസ് ആൻ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പോരാട്ടം കൂടിയായിരുന്നു ഈ 1857 പ്രക്ഷോഭം. മുഗൾ എംപറർ ബഹദൂർ ഷാ ജഫർ വാസ് ഡിക്ലെയർഡ് ആസ് ദി എംപറർ ഓഫ് ഇന്ത്യ. അതായത് മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ ജഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി കൂടി പ്രഖ്യാപിച്ചു. ഇനി പറയുന്നത് കോസസ്. അതായത്
1857 കലാപത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങളാണ് നമ്മളിനി പറയുന്നത്. അതിലൊന്നാമത്തേത് പൊളിറ്റിക്കൽ കോസസ് ആണ്. കൊളോണിയൽ എക്സ്പാൻഷൻ ത്രൂ അനക്സേഷൻ, അതായത് കൂട്ടിച്ചേർക്കലുകളിലൂടെയുള്ള കൊളോണിയൽ വിപുലീകരണം. ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആൻഡ് ദി സബ്സിഡിയറി അലിയൻസ്, അതായത് കാലാഹരണപ്പെടലിൻ്റെ സിദ്ധാന്തവും അനുബന്ധ സഖ്യവും. മൂന്നാമത്തേത് റൂളേഴ്സ് ലൈക്ക് ബാജിറാവ് സെക്കൻഡ് ആൻഡ് റാണി ലക്ഷ്മിബായി വർ എഗെയിൻസ്റ്റ് ദി ഡോക്ട്രിൻ, അതായത് ബാജിറാവ് സെക്കൻഡ്, റാണി ലക്ഷ്മിബായി പോലെയുള്ള റൂളേഴ്സൊക്കെ സിദ്ധാന്തത്തിന് എതിരായിരുന്നു. ദി അനക്സേഷൻ ഓഫ് ആവാസ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് മിസ്ഗവൺമെൻറ്റ്, അതായത് തെറ്റായ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടിച്ചേർക്കൽ. അടുത്തത് എക്കണോമിക് കോസസ് ആണ്, അതായത് സാമ്പത്തികമായ കാരണങ്ങൾ. ഡിസ്റപ്ഷൻ ഓഫ് ദി ട്രഡീഷണൽ ഇന്ത്യൻ എക്കണോമി ലൈക്ക് ദി ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ്, ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ പോലെയുള്ള പരമ്പരാഗതമായ ഇന്ത്യൻ എക്കണോമിയുടെ തടസ്സം. ബ്രിട്ടീഷേഴ്സ് കെപ്റ്റ് ഹൈ പോസ്റ്റസ് ആൻഡ് സാലറീസ് ഫോർ ദംസെൽവ്സ്, അതായത് ബ്രിട്ടീഷുകാർ തങ്ങൾക്ക് വേണ്ടി ഉയർന്ന പദവികളും ശമ്പളങ്ങളും നിലനിർത്തി. എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ടു ഇംഗ്ലണ്ട് ഫോർ ദെയർ ഫാക്ടറീസ് അറ്റ് ലോ പ്രൈസസ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലെ അവരുടെ ഫാക്ടറികളിലേക്ക് കുറഞ്ഞ വിലയിൽ കയറ്റുമതി ചെയ്തു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെയിൽവേസ് പ്രൊവൈഡഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു പോർട്ട് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഗ്രേറ്റർ മാർക്കറ്റ് ആക്സസിബിലിറ്റി ടു മാർക്കറ്റ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതായത് റെയിൽവേകൾ ഗതാഗതം എളുപ്പമാക്കി. അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി തുറമുഖങ്ങളിലേക്ക് എത്തിക്കണം, അതിന് റെയിൽവേകൾ സഹായിച്ചു. മാത്രമല്ല ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കുന്നതിന് വേണ്ടിയും സഹായിച്ചു. ഇൻറ്റൻസിഫയിങ് ലാൻഡ് റവന്യൂ ഡിമാൻഡ് ലെഡ് ടു എ ലാർജ് നമ്പർ ഓഫ് പെസൻസ് ലോസിങ് ദെയർ ലാൻഡ് അറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ത്രൂ റോട്ട്വാരി ആൻഡ് മഹൽവാരി സിസ്റ്റം, അതായത് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഉയർന്ന ലാൻഡ് റവന്യൂ ചുമത്തിയിരുന്നു, പാവപ്പെട്ട കർഷകരിലേക്ക് ഉയർന്ന ലാൻഡ് റവന്യൂ ചുമത്തിയിരുന്നു. അത് പേ ചെയ്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് അവർ പേ ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത്, ലാൻഡ് റവന്യൂവിൻ്റെ ഡിമാൻഡ് കൂടിയതോടുകൂടി ഒരുപാട് കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടമായി. മാത്രമല്ല റോട്ട്വാരി മഹൽവാരി സിസ്റ്റത്തിലൂടെ അവർക്ക് അവരുടെ ഉപജീവന മാർഗം കൂടി നഷ്ടമായി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കൽ കോസസും എക്കണോമിക് കോസസുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1857 പ്രക്ഷോഭത്തിൻ്റെ സാമൂഹികപരമായതും മതപരമായതുമായ കാരണങ്ങളാണ്. പീപ്പിൾ ഡിഡ് നോട്ട് സപ്പോർട്ട് ദി സോഷ്യൽ റീഫോംസ് എഗെയിൻസ്റ്റ് സതി, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, വിഡോ റീമാരേജ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് വുമൻ. സതി, സ്ത്രീ ശിശുഹത്യ, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കെതിരെയുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ആളുകൾ പിന്തുണ നൽകിയില്ല. കൺവേർഷൻ ത്രൂ ക്രിസ്ത്യൻ മിഷനറീസ്, ക്രിസ്ത്യൻ മിഷനറിമാരിലൂടെയുള്ള പരിവർത്തനം. ഹിന്ദുസ് were asked to remove their caste marks from their foreheads. ഹിന്ദുക്കളോട് അവരുടെ നെറ്റിയിലെ ജാതി അടയാളം നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മുസ്ലിംസ് were asked to trim their beards. മുസ്ലിങ്ങളോട് എന്താണ് ആവശ്യപ്പെട്ടത്? അതായത് അവരുടെ താടി വെട്ടാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. Cartridges were made of pig and cow fat. ഈ വെടിയുണ്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് പന്നിയുടെയും പശുവിൻ്റെയും നെയ്യിൽ നിന്നുമാണ്. വിച്ച് വാസ് എഗെയിൻസ്റ്റ് ഹിന്ദു ആൻഡ് മുസ്ലിം റിലീജിയൻ. ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും അവരുടെ മതത്തിനെതിരായിരുന്നു. സ്റ്റിൽ പീപ്പിൾ വർ ഫോഴ്സ്ഡ് ടു ച്യൂ ഇറ്റ്. അതായത് ഇപ്പോഴും ജനങ്ങളോട് ഇത് ചവയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവസാനത്തെ കോസാണ് ഡിസ്കണ്ടൻറ്റ് ഇൻ ദി ആർമി, അതായത് ആർമിയിലെ അസംതൃപ്തി. ഇന്ത്യൻ സോൾഡിയേഴ്സ് were not given posts above that of സുബേദാർസ്. ഇന്ത്യൻ സൈനികർക്ക് സുബേദാറുകളുടെ മുകളിലുള്ള പദവികളൊന്നും നൽകിയിരുന്നില്ല. പെയ്ഡ് ലെസ് സാലറീസ്. മാത്രമല്ല അവർക്ക് നൽകിയിരുന്നത് കുറഞ്ഞ ശമ്പളമായിരുന്നു. സോൾഡിയേഴ്സ് refused to cross the black water, that is oceans and seas, because their religion forbade it. The British were ruthless on them. അതായത്
ബ്ലാക്ക് വാട്ടർ മുറിച്ചു കടക്കാൻ സൈനികർ വിസമ്മതിച്ചു. കാരണം അവരുടെ മതം അത് വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാർ അവരോട് ക്രൂരമായിട്ട് പെരുമാറി. അതായത് ബ്ലാക്ക് വാട്ടർ മുറിച്ചു കടക്കാൻ അവർ വിസമ്മതിച്ചതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അവരോട് ക്രൂരമായിട്ട് പെരുമാറി. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ദി കോഴ്സ് ഓഫ് ദി റിവോൾട്ട്. On 10th May 1857, British officers and Brock opened the prison to realize their comrades. 1857 മെയ് 10 ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ജയിൽ പൊളിച്ച് അവരെ കൂട്ടുകാരെ മോചിപ്പിച്ചു. They began to march towards Delhi where they were joined by the local infantry and the common people. അവർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ തുടങ്ങി. അവിടെ നിന്നും അവരോടൊപ്പം പ്രാദേശിക കാലാൾപ്പടയും സാധാരണ ജനങ്ങളും മാർച്ചിലേക്ക് ചേർന്നു. ഫ്രം ഡൽഹി ദി റിവോൾട്ട് സ്പ്രെഡ് ടു അതർ പ്ലേസസ് ലൈക്ക് കാൻപൂർ, ലക്നൗ, ഝാൻസി, ആറ, ബെർലി. ഈ ഡൽഹിയിൽ നിന്നും കലാപം കാൻപൂർ, ലക്നൗ, ഝാൻസി, ആറ, ബെർലി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. റാണി ലക്ഷ്മിബായി ഓഫ് ഝാൻസി, താന്തിയ തോപ്പി ആൻഡ് കൺവർ സിംഗ് ലെഡ് ടു എ ഹീറോയിക് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷേഴ്സ്. അതായത് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി, കൺവർ സിംഗ് ഇവർ 3 പേരും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വീര പോരാട്ടം തന്നെ നയിച്ചു. ഇന്ത്യൻസ് ലോസ്റ്റ് ദി റീബില്യൺ ഇൻ ഡൽഹി. അതായത് ഇന്ത്യക്കാർക്ക് ഡൽഹിയിൽ നിന്നും കലാപം നഷ്ടമായി. കൂടാതെ ഇറ്റ് എൻഡഡ് ഇൻ ജൂലൈ 1858. അതായത് 1857 ഈ കലാപം 1858 ജൂലൈയോടെ അവസാനിച്ചു. ഇതുവരെ നമ്മൾ പറഞ്ഞത് 1857 വിപ്ലവത്തിൻ്റെ കാരണങ്ങളും കൂടാതെ അതിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ഗതി എങ്ങനെയാണ് എന്നതുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫെയിലിയർ ഓഫ് ദി റിവോൾട്ട്. അതായത് കലാപത്തിൽ ഇന്ത്യക്കാർ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്നാണ് താഴെ പറയുന്നത്. അതിലൊന്നാമത്തേത് ദർ വാസ് നോ യൂണിറ്റി ഓഫ് പർപ്പസ് എമംഗ് ദി റീബെൽസ്. അതായത് റീബെൽസിനിടയിൽ, അതായത് വിമതർക്കിടയിൽ ലക്ഷ്യത്തിൻ്റെ ഒരു ഐക്യം ഇല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് വൈഡ് സ്പ്രെഡ്, ഇറ്റ് റിമൈൻഡ് കൺഫൈൻഡ് ടു നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ. കലാപം വ്യാപകമായിരുന്നില്ല, അത് വടക്കോട്ടേക്കും മധ്യ ഇന്ത്യയിലേക്കും മാത്രം ഒതുങ്ങി. അതും ഒരു പരാജയ കാരണമാണ്. ദി ലീഡർഷിപ്പ് ഓഫ് ദി മൂവ്മെൻറ്റ് വാസ് വീക്ക്. അതായത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ദുർബലമായിരുന്നു. ദി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് തോട്ട് ഓൺലി ഫോർ ദെയർ ഓൺ ഇൻട്രസ്റ്റ്. വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ അവരുടെ മാത്രം താല്പര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. നോ നാഷണൽ ലീഡർ എമേർജ്ഡ് ടു കോർഡിനേറ്റ് ദി മൂവ്മെൻറ്റ്. അതായത് പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി ദേശീയ തലത്തിലൊരു നേതാവ് ഉയർന്നു വന്നില്ല എന്നതും ഈ റിവോൾട്ടിൻ്റെ ഒരു പരാജയ കാരണമാണ്. വിത്ത് ദി എസ്കേപ്പ് ഓഫ് നാനാ സാഹിബ് ആൻഡ് ദി ഡെത്ത് ഓഫ് ബഹദൂർ ഷാ ജാഫർ, പീപ്പിൾ ലോസ്റ്റ് ഹോപ്പ് ആസ് ദി മുഗൾ റൂൾ എൻഡഡ്. അതായത് നാനാ സാഹിബ് രക്ഷപ്പെട്ടതോടുകൂടി കൂടാതെ ബഹദൂർ ഷാ ജാഫറിൻ്റെ മരണത്തോടുകൂടി ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതായത് അവർ വിചാരിച്ചത് മുഗൾ ഭരണം അവസാനിച്ചു എന്നാണ്. കാശ്മീർ, പഞ്ചാബ്, സിന്ധ്, രാജപുത്തന കെപ്റ്റ് എവേ ഫ്രം ദി റീബെൽസ്. അതായത് കാശ്മീർ, പഞ്ചാബ്, സിന്ധ്, രാജ്പുത്തന എന്നിവ റീബെൽസിൽ നിന്നും അതായത് വിമതരിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടു. കൂടാതെ ദി അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസ് ഡിഡ് നോട്ട് ജോയിൻ ദി മൂവ്മെൻറ്റ്. മാത്രമല്ല അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഈ മൂവ്മെൻറ്റിൽ പങ്കെടുത്തിരുന്നില്ല. സം റൂളേഴ്സ് ഹെവൻ സപ്പോർട്ടഡ് ദി ബ്രിട്ടീഷ് ആൻഡ് ഹെൽപ്ഡ് ഇൻ ദി സപ്രഷൻ ഓഫ് റീബില്യൺ. മാത്രമല്ല ഈ കലാപം നടക്കുന്ന സമയത്ത് തന്നെ ചില ഭരണാധികാരികളൊക്കെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. മാത്രമല്ല കലാപം അടിച്ചമർത്താൻ വേണ്ടി അവരെ സഹായിച്ചു. റീബെൽസ് ഡിഡ് നോട്ട് ഹാവ് സഫീഷ്യൻറ്റ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ആൻഡ് ഫിനാൻസസ്. അതായത് വിമതരുടെ കയ്യിൽ, റീബെൽസിൻ്റെ കയ്യിൽ മതിയായ ആയുധങ്ങളോ ഫിനാൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദി ടെലിഗ്രാഫിക് സിസ്റ്റം ആൻഡ് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഡ് ദി ബ്രിട്ടീഷ് ടു സ്പീഡ് അപ്പ് ദെയർ ഓപ്പറേഷൻ. അതായത് ടെലിഗ്രാഫിക് സിസ്റ്റവും പോസ്റ്റൽ ആശയവിനിമയവും ബ്രിട്ടീഷുകാരെ അവരുടെ പ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടി സഹായിച്ചു. അവസാനമായി ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദി ലെഗസി ഓഫ് റിവോൾട്ട്. യൂണിറ്റി ഓഫ് കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ ആൻഡ് ക്ലാസ്. അതായത് ജാതി, കമ്മ്യൂണിറ്റി, മതം, വർഗം എന്നിവയുടെ ഐക്യം.
ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് പ്രഷറൈസ്ഡ് ടു ചേഞ്ച് ഇറ്റ്സ് പോളിസി ടുവേർഡ്സ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരുപാട് നയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആസ് എ റിസൾട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കെയിം അപ്പ്. ഇതിൻ്റെയൊക്കെ ഫലമായി എന്താണ്, അതായത് ഈ കലാപത്തിൻ്റെ ഫലമായി 1857 കലാപത്തിൻ്റെ ഫലമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നു. ദി ബ്രിട്ടീഷ് ക്രൗൺ അസ്യൂമഡ് കൺട്രോൾ ഓഫ് ഇന്ത്യ ഫ്രം ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ബെറ്റർ ഗവേണൻസ്. അതായത് നല്ലൊരു ഭരണത്തിനു വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. നെക്സ്റ്റ് പറയുന്നത് The Crown promised to honor all the treaties and agreements made by the company with the rulers of Indian state. അതായത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ റൂളേഴ്സിനോടൊപ്പം കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ എഗ്രിമെൻറ്റ്സും കൂടാതെ ഉടമ്പടികളും അംഗീകരിക്കുമെന്ന് ബ്രിട്ടീഷ് ക്രൗണ് വാഗ്ദാനം നൽകി. To break the Hindu-Muslim unity, Britishers tried the policy of divide and rule the country. രാജ്യത്തെ വിഭജിച്ച് ഭരിക്കാനുള്ള നയം കൊണ്ടുവന്ന് മുസ്ലിം ഹിന്ദു ഐക്യം ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഓഫ് 1861 വാസ് പാസ്ഡ്. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ് ചെയ്തിരുന്നു. ഇത് പ്രകാരം ടു കണ്ടക്ട് ദി സിവിൽ സർവീസസ് എക്സാം ഇൻ ലണ്ടൻ ആൻഡ് ഇന്ത്യ ആസ് വെൽ. അതായത് ലണ്ടനിലും അതുപോലെ ഇന്ത്യയിലും സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. The number of Indian troops reduced from the pre-1857 figure and the strength of European troops in India was increased. അതായത് 1857 മുമ്പുള്ളതിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല ഇന്ത്യയിൽ യൂറോപ്യൻ സൈന്യത്തിൻ്റെ സ്ട്രെങ്ത്ത് അഥവാ അവരുടെ ശക്തി വർദ്ധിച്ചു. To increase communication between the people and the government, development of representative institution in India was made by the Indian Council Act of 1861. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പ്രതിനിധി സ്ഥാപനങ്ങളുടെ വികസനം ഉണ്ടായി. അതായത് ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ, അതായത് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പ്രതിനിധി സ്ഥാപനങ്ങൾ വികസിപ്പിച്ചത്. അപ്പോൾ ഈ പാഠഭാഗത്ത് പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ്? കർഷക കലാപങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മാത്രമല്ല ഗോത്രവർഗ കലാപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അവസാനമായി 1857 എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, അതായത് 1857 കലാപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ കാരണങ്ങളും കൂടാതെ അതിൻ്റെ കോഴ്സ്, കൂടാതെ അവസാനമായി അതിൻ്റെ ലെഗസി, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു.